ഹായ് എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത് ഡേ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡേ ടുഡേ ഒരു ഹെയർ കെയർ എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ മുടി കെട്ട് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്കാൽപ്പിൽ ഗ്യാപ്പുള്ള ഭാഗത്താണ് നോക്കേണ്ടത്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ ഒരുപാട് ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ തലയൊട്ടിയിൽ ഒരു സ്പ്രേ കഞ്ഞിവെള്ളം അത് ടച്ച് ചെയ്യണം, അങ്ങനെ സ്പ്രേ ചെയ്ത് വിടുക. ഒരുപാട് ഗ്യാപ്പ് വന്ന് എനിക്ക് അങ്ങനെ തലയോട്ട് ആ വെള്ളം അത് നന്നായി തലയോട്ടിയിൽ അത് നന്നായിട്ട് അബ്സർവ് ആവണം, അങ്ങനെ സ്പ്രേ ചെയ്ത് വിടണം കേട്ടോ. ഞാൻ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് വിടാം. നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ തലയോട്ടിയിലെല്ലാം കഞ്ഞിവെള്ളം അത് അപ്ലൈ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ മുടി പിടിച്ച് വലിക്കരുത്, ജസ്റ്റ് സ്ലൈറ്റായിട്ടുള്ള ഒരു റിലാക്സേഷൻ പോലെയാണ് മസാജ് ചെയ്യേണ്ടത്.
അങ്ങനെ മസാജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെയും ജട കളഞ്ഞിട്ട് നിങ്ങൾ പിന്നി ഇട്ടിട്ട് ഇല്ലെങ്കിൽ ബൺ കെട്ടിയിട്ട് ഇടാവുന്നതാണ്. ഞാൻ ബൺ ചെയ്ത് വിടുന്നുണ്ട്. ബൺ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെമഡികൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മുടിയിലത്തെ പാതി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. കറ്റാർവാഴയും കഞ്ഞിവെള്ളം ഇത് രണ്ടും താരൻ പോവാനും മുടി കൊഴിച്ചിൽ കുറയാനും ഇത് മുടിക്കായ കുറയാനും ഒക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് നന്നായി മുടി ഉണക്കുക. ഓക്കെ, അപ്പോൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വെയിലത്ത് ഉണക്കാൻ നോക്കുക. പിന്നെ എപ്പോഴും വെയിൽ കൊള്ളണം. ഓക്കെ, ഒരു 9 തൊട്ടിട്ട് 11 മണിയുടെ അകത്തുള്ള ഒരു വെയിൽ, അതായത് നിങ്ങൾക്ക് 7 മണിക്ക് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 7:30 to ഒരു 11 o'clock അകത്തുള്ള ഒരു വെയിൽ, അത് പുറത്ത് പോയിട്ട് ഒരു 5-10 മിനിറ്റോളം നന്നായി വാക്ക് ചെയ്യാനും പിന്നെ തല മസാജ് ചെയ്ത് വിടാനും പിന്നെ പൊതുവെ തലയോട്ടിയിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്മെൽ പോലെ ഉണ്ടെങ്കിൽ സ്വെറ്റ് അധികമാവുന്നവർക്കൊക്കെ ഈ ഒരു റെമഡി ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പിന്നെ വ്യൂസും കൂടുന്നില്ല. ദയവായതിട്ട് കാണുന്നവരൊക്കെ ഷെയർ ചെയ്ത് വിടുക. ഓക്കെ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ. ഓക്കെ, പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷന് ഞാൻ മൊബൈലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വ്യൂവറായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ആവുന്നത്ര ഷെയർ ചെയ്ത് വിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാനും നിർത്തി. അതായത് ഓഡിയൻസ് ആവട്ടെ, ഈ ഒരു ചാനൽ കാണുന്നവരാവട്ടെ, ആരായാലും കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്യുന്നതോ വേറെ വീഡിയോസും ചെക്ക് ചെയ്യുന്നതോ ഒന്നും തന്നെയില്ല. സബ്സ്ക്രൈബ് ചെയ്യാണ്ടേ ഇരിക്കുന്നു. ഷെയർ ചെയ്ത് വിടുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക ആവുന്നത്ര ഈ ചാനൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.